നമാമി നാരായണ പാദപങ്കജം കരോമി നാരായണ പൂജനം സദാ വദാമി നാരായണ നാമ നിർമ്മലം സ്മരാമി നാരായണ തത്വമവ്യയം. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ പഞ്ച അശീതി തമോധ്യായ. 85-ാമത്തെ അധ്യായത്തിൽ നമുക്കിന്ന് 1 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങൾ പഠിക്കാം. സമന്ത പഞ്ചക തീർത്ഥയാത്ര കഴിഞ്ഞുവന്ന സന്തോഷ വർത്തമാനങ്ങൾ ജനങ്ങളോട് പറഞ്ഞ് സന്തോഷിക്കുന്ന കാലത്ത് ഒരു ദിവസം രാമകൃഷ്ണന്മാർ വസുദേവരെ ചെന്ന് കണ്ട് നമസ്കരിച്ചു. രാമകൃഷ്ണന്മാരുടെ അസാധാരണ വൈഭവത്തെ മുനികളിൽ നിന്ന് കേട്ടറിഞ്ഞ വസുദേവർ അവർ സർവേശ്വരന്മാര് ആണെന്നറിഞ്ഞ് അവരുടെ മാഹാത്മ്യത്തെ വർണ്ണിക്കുന്നതാണ് നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 1. ശ്രീ ബാദരായണി ഉവാച അഥൈ ഏകദാ ആത്മജൗ പ്രാപ്തൗ കൃതപാദാഭിവന്ദനൗ വസുദേവോ അഭിനന്ദ്യാഹ പ്രീത്യാ സംഘർഷണാച്യുതൗ. അഥ ഏകദ ആത്മജൗ പ്രാപ്തൗ കൃഷ്ണ പാദ അഭിവന്ദനൗ വസുദേവഃ അഭിനന്ദ്യ പ്രീത്യാ സംഘർഷണ അച്യുതം. അഥ അനന്തരം, അതായത് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് സമന്ത പഞ്ചക തീർത്ഥത്തിൽ അവരെല്ലാവരും പോയതും വസുദേവർ യാഗം നടത്തി എല്ലാം കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോയപ്പോൾ അവരെല്ലാം ദ്വാരകയിലേക്ക് മടങ്ങി എന്നാണ് പഠിച്ചത്. അപ്പൊ അതിനുശേഷം ഏകത ഒരിക്കൽ പ്രാപ്തവും സമീപത്ത് വന്നവരും കൃതപാദാഭിവന്ദനവും തന്റെ പാദത്തെ വന്ദിക്കപ്പെട്ടവരുമായ സംഘർഷണ അച്യുതവും ആത്മജവും. സംഘർഷണൻ ബലരാമൻ കൃഷ്ണൻ തുടങ്ങിയ കൃഷ്ണൻ, അതായത് ബലരാമകൃഷ്ണന്മാരായ ആത്മജവും മക്കളെ അഭിനന്ദിച്ചിട്ട് വസുദേവൻ പ്രീതിയോടുകൂടി ആഹാ പറഞ്ഞു. അപ്പൊ ബലരാമനും കൃഷ്ണനും ഒരു ദിവസം വന്ന് അച്ഛനമ്മമാരെ വന്ദിച്ചു. അപ്പോ വസുദേവൻ സന്തോഷത്തോടുകൂടി അവരെ അഭിനന്ദിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. അധൈകഥാത്മജൗ പ്രാപ്തൗ കൃതപാദാഭിവന്ദനൗ വസുദേവോ അഭിനന്ദ്യാഹ പ്രീത്യാ സംഘർഷണാച്യുതൗ. ശ്ലോകം 2. മുനിനാം സവച ശ്രുത്വാ പുത്രയോ ധാമസൂചകം തദ്വീര്യർജാത വിഭ്രംശ വിശ്രംഭ പരിഭാഷ്യ അഭ്യഭാഷതാം. മുനിനാം സഹ വചഃ ശ്രുത്വാ പുത്രയോഃ ധാമസൂചകം തദ്വീര്യൈഃ ജാത വിശ്രംഭഃ പരിഭാഷ്യ അഭ്യഭാഷത. പുത്രയോഃ ധാമസൂചകം, പുത്രന്മാരുടെ പ്രഭാവത്തെ സൂചിപ്പിക്കുന്ന മുനിനാം വചഃ, മുനിമാരുടെ വാക്കുകളെ ശ്രുത്വാ കേട്ടിട്ട്, അതായത് സമന്തപഞ്ചകത്തിൽ വെച്ച് മുനിമാർ ഭഗവാന്റെ വൈഭവങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ അത് കേട്ടിട്ട് തത് വീര്യൈഹി അവരുടെ പരാക്രമങ്ങളാൽ ജാത വിശ്രംഭ ഉണ്ടായ വിശ്വാസത്തോടു, അപ്പൊ അവരുടെ ആ കഴിവിൽ വിശ്വാസമുണ്ടായി. സഹ അവൻ വസുദേവർ പരിഭാഷ സംബോധന ചെയ്തിട്ട് അഭ്യഭാഷത ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ സമന്തപഞ്ചകത്തിലെത്തിയപ്പോഴാണ് ശരിക്കും കൃഷ്ണന്റെ വൈഭവത്തെക്കുറിച്ച് മറ്റുള്ളവരിൽ നിന്ന് വസുദേവൻ മനസ്സിലാക്കിയത്. അപ്പോൾ കൃഷ്ണരാമന്മാർ വന്ന് നമസ്കരിച്ചപ്പോൾ വസുദേവർ ഇങ്ങനെ പറഞ്ഞു. മുനിനാം സവച ശ്രുത്വാ പുത്രയോർധാമ സൂചകം
തദ്വീര്യർജാത വിശ്രംഭ പരിഭാഷ്യ അഭ്യഭാഷതാം. ശ്ലോകം 3. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ സംഘർഷണ സനാതന ജാനേവാമസ്യ യത് സാക്ഷാത് പ്രധാന പുരുഷൗ പരൗ. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ, മഹായോഗിയായ കൃഷ്ണ, ഹേ കൃഷ്ണ, സനാതന നാശരഹിതനായ സംഘർഷണ, ഹേ ബലരാമ, വാം നിങ്ങൾ രണ്ടുപേരെ അസ്യ ഈ ലോകത്തിന്റെ സാക്ഷാത് സ്വരൂപമായി ഭവിച്ചിരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരാണ് ഈ ലോകത്തിന്റെ സ്വരൂപഭൂതന്മാരാണ് നിങ്ങൾ രണ്ടുപേരും. പ്രധാന പുരുഷന്മാരും പരൗ ഈശ്വരന്മാരുമാണെന്ന് ജാനെ ഞാൻ അറിയുന്നു. അപ്പൊ ഈ ലോകത്തിന്റെ സ്വരൂപഭൂതമായ പ്രകൃതി പുരുഷന്മാരും ആ പ്രകൃതി പുരുഷന്മാരെ നിയമിക്കുന്ന ഈശ്വരന്മാരുമാണ് നിങ്ങളെന്ന് ഞാൻ അറിയുന്നു എന്ന് വസുദേവർ പറയുകയാണ്. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ സംഘർഷണ സനാതന ജാനേവാമസ്യ യത് സാക്ഷാത് പ്രധാന പുരുഷൗ പരോ. ശ്ലോകം 4. യത്ര യേന യതോ യസ്യ യസ്മൈ യദ്ദത് യഥാ യദാ സ്യാദിദം ഭഗവാൻ സാക്ഷാത് പ്രധാന പുരുഷേശ്വരഃ. യത്ര ഏതൊന്നിനാൽ, ഏന ഏതൊരുവനാൽ, യതഃ ഏതൊന്നിൽ നിന്ന്, യസ്യ ഏതൊരുവന്റെ, യസ്മൈ ഏതൊരുവനായിക്കൊണ്ട്, യത് യാതൊരു കർത്താവ്, യാതൊരു കർമ്മം, യഥ ഏതു പ്രകാരത്തിൽ, യഥാ ഏതു കാലത്തിൽ, ഇതം ഈ കാണപ്പെടുന്ന ലോകം, സ്യാത് ഭവിക്കുമോ, സാക്ഷാത്തായിരിക്കുന്ന പ്രധാന പുരുഷേശ്വര, പ്രധാനവും പുരുഷരും ഈശ്വരനും ഭവാനാകുന്നു. അപ്പൊ ഈ ലോകത്തിന്റെ കർത്താവ്, കാരണം ഏതൊന്നാണോ, അതായത് ഏതൊരു ഉപാദാന കാരണത്തിൽ നിന്നാണോ ലോകമുണ്ടായത്, യാതൊരു സ്വാമിയുടെ സംബന്ധ നിമിത്തം സർവ ചരാചരങ്ങളും സചേതനമായിരിക്കുന്നുവോ, ഏതൊരുവന്റെ ലീലയായിട്ട് ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ടുവോ, ഇതിനെ പ്രവർത്തിപ്പിക്കുന്ന കർത്താവും പ്രവർത്തനത്തിൽ നിന്നുണ്ടാകുന്ന കാര്യവും ഏതൊന്നാണോ, ഏത് വിധത്തിൽ ഇതിനെ ഉണ്ടാക്കുന്നുവോ, ഏത് കാലത്തിലുണ്ടാക്കുന്നുവോ, അതൊക്കെ പ്രകൃതി പുരുഷന്മാരായ നിങ്ങൾ തന്നെ ആകുന്നു. അപ്പൊ നിന്തുരുവടിയാകുന്നു, അത് ഏകവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. അതായത് ബലരാമനെയും കൃഷ്ണനെയും ഒന്നായിട്ടാണ് കണക്കാക്കി പറഞ്ഞിരിക്കുന്നത്. ഏകവചനമാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അതെല്ലാമായിട്ട് വിളങ്ങുന്നത് അങ്ങ് തന്നെയാണ്, അതായത് നിങ്ങൾ രണ്ടുപേരും തന്നെയാണ്. അപ്പൊ ലോകത്തിന്റെ സർവ കാരണവും നിയന്താവും എല്ലാം നീ ഏകൻ തന്നെയാണ് എന്ന് പറയുന്നു. യത്ര യേന യതോ യസ്യ യസ്മൈ യത്തത് യഥാ സദാ യഥാ യഥാ സ്യാദിദം ഭഗവാൻ സാക്ഷാത് പ്രധാന പുരുഷേശ്വരഃ. ശ്ലോകം 5. ഏതത് നാനാവിധം വിശ്വം ആത്മസൃഷ്ടം അധോക്ഷജ ആത്മന അനുപ്രവിശ്യാത്മൻ പ്രാണോ ജീവോ ബിഭർഷ്യജാം. ഏതത് നാനാവിധം വിശ്വം ആത്മസൃഷ്ടം അധോക്ഷജ ആത്മൻ അനുപ്രവിശ്യ ആത്മന അനുപ്രവിശ്യ ആത്മൻ ഹേ ആത്മസ്വരൂപനായുള്ളവനെ, അധോക്ഷജ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്തവനെ, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ നിയന്താവേ, ആത്മസൃഷ്ടം തന്നാൽ സൃഷ്ടിക്കപ്പെട്ടതും നാനാവിധം ബഹുവിധമായിരിക്കുന്ന ഏതത് ഈ ലോകത്തെ ആത്മന ആത്മാവ് കൊണ്ട് അനുപ്രവേശിച്ചിട്ട് അജ ജന്മാതിരഹിതനായ നീ പ്രാണനായിട്ടും ജീവനായിട്ടും ഭരിക്കുന്നു. അപ്പോൾ ഈ ലോകത്തെ സൃഷ്ടിച്ചിട്ട്, അപ്പോൾ ലോകം വെറുതെ സൃഷ്ടിച്ചാൽ ഭഗവാൻ അനുപ്രവേശിച്ചാൽ മാത്രമേ അത് ചേതന വസ്തു ആവുകയുള്ളൂ. അല്ലാതെ ഈ ലോകം എന്ന് പറയുന്നത് ജഡവസ്തുവാണ്. അപ്പൊ ഭഗവാൻ അതിൽ പ്രവേശിക്കുമ്പോൾ അത് ചൈതന്യവത്തമായി മാറുന്നു. അതായത് ഭഗവാൻ അന്തര്യാമി രൂപേണ അതിൽ പ്രവേശിച്ച്
ലോകത്തെ പോഷിപ്പിക്കുന്നു. അപ്പോൾ ഈ നാനാവിധ ജീവജാലങ്ങൾ, ദേവന്മാർ, മനുഷ്യർ, മൃഗങ്ങൾ, പക്ഷികൾ, വൃക്ഷങ്ങൾ എല്ലാം ഭഗവാനിൽ നിന്ന് തന്നെയാണ് വന്നത്. ഇനി അവയ്ക്ക് ചേതന കിട്ടുന്നത് ഭഗവാൻ അതിൽ പ്രവേശിക്കുന്നത് കൊണ്ടാണ്. ഏതജ്ഞാനാവിധം വിശ്വം ആത്മസൃഷ്ടമദോക്ഷജ ആത്മന അനുപ്രവിശ്യാത്മൻ പ്രാണോ ജീവോ ബിഭർഷ്യയ. പ്രാണനായിട്ടും ജീവനായിട്ടും എല്ലാം ഭഗവാൻ തന്നെയാണ് വർത്തിക്കുന്നത്. ശ്ലോകം 6. പ്രാണാദീനാം വിശ്വസൃജാം ശക്തയോ യാ പരസ്യതാ പരതന്ത്രയാത് വൈ സാദൃശ്യാത് ദ്വയോ ചേഷ്ടൈവ ചേഷ്ടതാം. പ്രാണാദീനാം പ്രാണാദികളായിരിക്കുന്ന വിശ്വസൃജ ലോക സൃഷ്ടി സാധനങ്ങളുടെ ശക്തികൾ യാതൊന്നുകളോ അവ പരന്റേതാകുന്നു. അപ്പൊ ഈ ലോകം ഭഗവാൻ സൃഷ്ടിച്ചു. അപ്പോൾ ആ സൃഷ്ടിക്കാൻ കുറെ കാര്യങ്ങൾ വേണമല്ലോ. അപ്പം അതിന് ശക്തി കൊടുക്കുന്നതാര്? അത് പരന്റേതാണ്. ലോകത്തിനൊരു ശക്തിയുമില്ല, അത് ഈശ്വരന്റെ ശക്തിയാണ്. ദയോ രണ്ടിനും പാരതന്ത്രിയ അസ്വാതന്ത്ര്യം ഹേതുവായിട്ട്. അപ്പൊ ഈ ലോകത്തിനും ജീവജാലങ്ങൾക്കും എല്ലാം അസ്വാതന്ത്ര്യമാണ്, അവയ്ക്ക് താനേ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. വൈ സാദൃശ്യം ഇല്ലായ്മ ഹേതുവായിട്ടും ചേഷ്ടത പ്രവർത്തിപ്പിക്കുന്നവരുടെ ചേഷ്ടായേവ പ്രവൃത്തി തന്നെയാകുന്നു. അപ്പൊ ലോകത്തിന് കാരണം വിചിത്ര ശക്തി സഹിതങ്ങളായിരിക്കുന്ന പ്രാണാദികളാണല്ലോ. അങ്ങനെയിരിക്കെ ഈ പ്രാണാദികളും താനെ പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല, ഭഗവാൻ തന്നെ അതിൽ പ്രവേശിക്കണം. അപ്പൊ ഇതിനെല്ലാം ഏക കാരണം ഭഗവാൻ തന്നെയാണ്. ഇപ്പോൾ സമഷ്ടി ബഹുവിധ ശക്തികളോടുകൂടിയുള്ള സമഷ്ടി പ്രാണൻ, വിശ്വപ്രാണൻ, കാലം, പ്രകൃതി, മഹത്തത്വം, അഹങ്കാരം, പഞ്ചഭൂതം, 11 ഇന്ദ്രിയങ്ങൾ, ഇതെല്ലാം കൊണ്ടാണ് ലോകം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവയിൽ കാണപ്പെടുന്ന ശക്തികൾ അതെല്ലാം ആരുടെ ശക്തിയാണ്? ഭഗവാന്റെ ശക്തിയാണ്. കാരണം എന്താണ്? ഇവ എല്ലാം കൂടെ ചേർന്നാലും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. ഭഗവാൻ അതിൽ പ്രവേശിച്ചാൽ മാത്രമേ അവ ചേതന വസ്തുക്കളാവുകയുള്ളൂ. അപ്പോൾ ഭഗവാൻ സ്വതന്ത്രനാണ്. മറ്റു പ്രാണാദികളെല്ലാം എന്താണ്? അചേതനങ്ങളാണ്. അതുകൊണ്ട് അവ പരതന്ത്രങ്ങളാണ്. അതാണ് പറഞ്ഞത് പരന്റേതാണ്. അപ്പൊ ഇവയുടെ ശക്തികൾ ഇവയുടെ ശക്തിയല്ല, പിന്നെ ആരുടെ ശക്തിയാണ്? ഈശ്വരന്റെ ശക്തിയാണ്. പ്രാണാദീനാം വിശ്വസൃജാം ശക്തയോ യാ പരസ്യത പാരതന്ത്രയാത് വൈ സാദൃശ്യാത് ദ്വയോ ചേഷ്ടൈവ ചേഷ്ടതാം. ശ്ലോകം 7. കാന്തിസ്തേജ പ്രഭാസത്ത ചന്ദ്ര അഗ്ന്യർക്ക ഇഋക്ഷ വിദ്യുതാം യത് സ്ഥൈര്യം ഭൂഭൃതാം ഭൂമേർ വൃത്തിർഗന്ധോ അർത്ഥദോ ഭവാൻ. കാന്തി തേജഃ പ്രഭാസത്ത ചന്ദ്ര അഗ്നി അർക്ക ഇഋക്ഷ വിദ്യുതാം. ചന്ദ്രാഗ്നി അർക്ക ഇഋക്ഷ വിദ്യുതാം. ചന്ദ്രൻ, അഗ്നി, അർക്കൻ സൂര്യൻ, ഇഋക്ഷ നക്ഷത്രങ്ങൾ, വിദ്യുത മിന്നലുകൾ, ഇവയുടെ കാന്തി മനോഹരത, തേജഃ തേജസ്, പ്രഭ പ്രകാശം, സത്ത സദ്ഭാവം, ഭൂഭൃതം പർവ്വതങ്ങളുടെ സ്ഥൈര്യം സ്ഥിരത, യത് യാതൊന്നു തത് ഭൂമേഹെ ഭൂമിയുടെ വൃത്തി ധർമ്മം, അതായത് ഗന്ധം, അർത്ഥത പരമാർത്ഥത്തിൽ ഭവാൻ അങ്ങാകുന്നു. അപ്പോൾ ഇതെല്ലാം ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളും എല്ലാം പ്രകാശിക്കണമെങ്കിൽ ആര് വേണം? ഭഗവാനുള്ളിൽ പ്രവേശിക്കണം. അപ്പൊ ഇതിന്റെ ചന്ദ്രന്റെ തേജസ്സും സൂര്യന്റെ തേജസ്സും അഗ്നിയുടെ തേജസ്സും എല്ലാം ഭഗവാൻ തന്നെ. പർവ്വതങ്ങളുടെ ആ സ്ഥിരതയും ഭഗവാൻ തന്നെയാണ്. ഭൂമിയുടെ ഗന്ധത്തിന് കാരണവും ഭഗവാൻ തന്നെയാണ്. അപ്പൊ എല്ലാം ഇത് ഉപനിഷത്തിൽ പറയും. ന തത്ര സൂര്യോഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോഭാതി കുതോയമഗ്നി തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസ സർവവിധം വിഭാവി. അപ്പൊ സൂര്യന് നക്ഷത്രങ്ങളോ മിന്നലോ ഒന്നും പ്രകാശിക്കുന്നില്ല. അത് പിന്നെ ആരെ പ്രകാശമാണ്? ഭഗവാൻ അതിൽ പ്രവേശിക്കുന്നത് കൊണ്ടാണ് അവയെല്ലാം പ്രകാശിക്കുന്നത്.
അപ്പൊ ഭഗവാനാണ് തസ്യ ഭാസ സർവമിതം ഭാസ. ആ ഭഗവാന്റെ ആ പ്രകാശം കൊണ്ടാണ് എല്ലാം പ്രകാശിക്കുന്നത്. കാന്തി തേജ പ്രഭാസത്ത ചന്ദ്രാഗ്നർക്കൈർക്ഷ വിദ്യുതാം യസ്ഥൈര്യം ഭൂഭൃതാം ഭൂമേർ വൃത്തിർഗന്ധോർത്തതോ ഭവാൻ. ശ്ലോകം 8. തർപ്പണം പ്രാണനം അപാം ദേവ ത്വം താശ്ച സദ്രസഃ ഓജസ്സഹോ ബലം ചേഷ്ട ഗതിർവായോ ഭവേശ്വര. തർപ്പണം പ്രാണനം അപാം ദേവ. ഹേ ദേവ, അപാം ജലങ്ങളുടെ തർപ്പണം പ്രാണനം. തർപ്പണവും പ്രാണനവും, അതായത് ജലത്തിന് തൃപ്തി ജനിപ്പിക്കാനും ജീവിക്കാനുള്ള ശക്തി നൽകാനും ജലത്തെ തന്നെയും അതിന്റെ രസത്വവും എല്ലാം ആരാണ്? അത് ഭഗവാനാണ്. അതുകൊണ്ടാണ് ജലത്തിന് മറ്റുള്ളവരെ ജീവിപ്പിക്കാൻ സാധിക്കുന്നത്. അല്ലേ? പ്രാണായാമം എന്ന സമയം നമുക്ക് വെള്ളം കുടിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുള്ള ശക്തി നൽകുന്നത് ആരാണ്? അത് ഭഗവാന്റെ ശക്തി തന്നെയാണ്. ജലവും തദ്രസ, അതിന്റെ രസവും ത്വം അങ്ങ് തന്നെയാണ്. ഓജഹ ഇന്ദ്രിയ ബലവും, സഹഹ അന്ധകരണ സാമർഥ്യവും, ബലം പ്രാണശക്തിയും, ചേഷ്ട വ്യാപാര സാമർഥ്യവും, വായോഹോ ഗതി വായുവിന്റെ ചലനശക്തിയും, ഈശ്വര ഹേ ഈശ്വര തവ അങ്ങ് തന്നെയാകുന്നു. അപ്പൊ വായുവിന് ചലിക്കാൻ സാധിക്കുന്നത്, സൂര്യന് പ്രകാശിക്കാൻ സാധിക്കുന്നത്, ജലത്തിന് മധുരമുള്ളതായി മറ്റുള്ളവരുടെ ജീവനെ നിലനിർത്താൻ സാധിക്കുന്നത്, ജലത്തിന്റെ ആ രസം നമുക്ക് ബലം നൽകുന്നത്, ഇന്ദ്രിയ ബലം നൽകുന്നത്, അന്ധകരണ സാമർഥ്യം നൽകുന്നത്, ശരീര സാമർഥ്യം നൽകുന്നത്, പ്രവർത്തിക്കാനുള്ള കഴിവ് നൽകുന്നത് എല്ലാം ആരാണ്? ഭഗവാൻ തന്നെയാണ്. തർപ്പണം പ്രാണനം അപാം ദേവത്വം തദ്രസഃ ഓജസ്സഹോ ബലചേഷ്ട ഗതിർവായോസ്തവേശ്വര. ശ്ലോകം 9. ദിശാം ത്വം അവകാശോസി ദിശക്കം സ്ഫോട ആശ്രയഃ നാദോ വർണ്ണസ്ത്വം ഓങ്കാര ആകൃതീനാം പൃഥക് കൃതിഃ. നിശാം ത്വം അവകാശോ അസി ദിശ ഖം സ്ഫോട ആശ്രയഃ. ദിശാം ദിക്കുകളുടെ അവകാശവും, ദിശ ദിക്കുകളെയും, ഖം ആകാശവും, ആശ്രയിച്ചിരിക്കുന്ന സ്ഫോടക ശബ്ദവും, നാദവും, വർണ്ണ അക്ഷരവും, ഓങ്കാര പ്രണവവും, ആകൃതീനാം രൂപങ്ങളുടെ, പൃഥക്കൃതി പൃഥക്കരണവും, വെവ്വേറെ കാണിക്കുന്ന നാമവും ത്വം അങ്ങ് തന്നെയാകുന്നു. അപ്പോ ദിക്കുകളുടെ ഓരോ ഉപാധികൾ നിമിത്തമുള്ള സ്ഥല പരിമിതങ്ങളും ദിക്കുകളും, അഖം ആകാശത്തെ ആശ്രയിച്ചിരിക്കുന്ന ശബ്ദ തന്മാത്രയും, പ്രണവരൂപമായ ഓങ്കാരവും, രൂപങ്ങളെ തിരിച്ചറിയാൻ വേർതിരിച്ച് കാണിക്കാൻ ഉപയോഗിക്കുന്ന അഭിധാനവും, വർണ്ണം പദം എന്നീ പേരുകളോടുകൂടിയ വൈഖരി എന്ന ശബ്ദവും എല്ലാം അങ്ങ് തന്നെയാണ്. അപ്പൊ എല്ലാം ഭഗവാൻ തന്നെയാണ്. ഭഗവാനിൽ നിന്ന് വേറിട്ടിവിടെ ഒന്നുമില്ല, എല്ലാം ഭഗവാനിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ദിശാം ത്വം അവകാശോസി ദിശകം സ്ഫോട ആശ്രയഃ നാദോ വർണ്ണസ്ത്വമോങ്കാര ആകൃതീനാം പൃഥക്കൃതി. ശ്ലോകം 10. ഇന്ദ്രിയം തു ഇന്ദ്രിയാണാം ത്വം ദേവാശ്ച തദനുഗ്രഹ അവബോധോ ഭവാൻ ബുദ്ധേർ ജീവസ്യ അനുസ്മൃതി സതി. ഇന്ദ്രിയം തു ഇന്ദ്രിയാണാം, ഇന്ദ്രിയങ്ങളുടെ ഇന്ദ്രിയവും, അതായത് ഇന്ദ്രിയങ്ങൾക്ക് കണ്ണിന് കാഴ്ച കാണണമെങ്കിൽ എന്ത് വേണം? അതിന് ഈ വിഷയങ്ങളെ പ്രകാശിപ്പിക്കാനുള്ള ശക്തി വേണം. ഇപ്പൊ ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകൾ, ദേവാശ്ച തദനുഗ്രഹ, ഇന്ദ്രിയങ്ങളെ അധിവസിക്കുന്ന ദേവന്മാരും, തദനുഗ്രഹ അവരുടെ അധിഷ്ഠാന ശക്തിരൂപമായ അനുഗ്രഹവും ത്വം അങ്ങ് തന്നെയാകുന്നു. അപ്പൊ ഒരു വസ്തുവിനെ കാണണമെങ്കിൽ മനമാകുന്ന കണ്ണ് അതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമ്പോൾ, അപ്പോ
കണ്ണിനു കണ്ണായ മനം. കണ്ണിന് കാഴ്ച നമുക്ക് കാണണമെങ്കിൽ മനസ്സ് വിചാരിക്കണം. ഇനി മനസ്സിനെ പ്രകാശിപ്പിക്കുന്ന ആരാണ്? കണ്ണിനു കണ്ണ്, മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ. മനസ്സിന്റെ കണ്ണ് ആരാണ്? ആ പൊരുൾ താനാണ്. അതാണ് ഭഗവാൻ. അപ്പൊ അങ്ങനെ ഒരു വസ്തു കാണണമെങ്കിൽ ആ ഭഗവാൻ ഇല്ലാതെ നമുക്ക് കണ്ണുണ്ടെങ്കിലും കാണാൻ സാധിക്കുകയില്ല. ഭഗവാനാണ് കാഴ്ച നൽകാനുള്ള ശക്തി നൽകുന്നത്, അല്ലെങ്കിൽ ആ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത് ഭഗവാനാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിക്കാനുള്ള ശക്തിയും യഥാർത്ഥ സ്വരൂപത്തെ അനുസന്ധാനം ചെയ്യാനുള്ള ശക്തിരൂപമായ അനുസ്മൃതിയും ഭഗവാൻ തന്നെയാണ്. ഇന്ദ്രിയം തു ഇന്ദ്രിയാണാം ത്വം ദേവാശ്ച തദനുഗ്രഹ അവബോധോ ഭഗവാൻ ബുദ്ധിർ ജീവസ്യ അനുസ്മൃതി സതി. ശ്ലോകം 11. ഭൂതാനാമസി ഭൂതാദേർ ഇന്ദ്രിയാണാം ച തൈജസ വൈകാരികോ വികൽപ്പാനാം പ്രധാനമനുഷായിനം. ഭൂതാനാം അസി ഭൂതാദിഹി. ഭൂതങ്ങളുടെ ഭൂതാദി കാരണവും, അതായത് ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ പഞ്ചഭൂതങ്ങൾ: ആകാശം, വായു, ജലം, അഗ്നി, തേജസ്. അല്ല, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഇതാണ് എന്താണ് പഞ്ചേന്ദ്രിയ, അല്ല പഞ്ചഭൂതങ്ങൾ എന്ന് പറയാം. അതുകൊണ്ടാണ് ഇവിടെ ഭൂതം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഭൂതങ്ങളുടെ, പഞ്ചഭൂതങ്ങളുടെ ഭൂതാദി, ആദി കാരണം. പഞ്ചഭൂതങ്ങൾ ഏതിൽ നിന്നാണ് വന്നത്? താമസ അഹങ്കാരത്തിൽ നിന്ന്. അതായത് സൃഷ്ടി നടക്കുമ്പോൾ മായയിൽ നിന്ന് മഹത്വത്വം വരും, അതിൽ നിന്ന് അഹങ്കാരതത്വം വരും. അത് സാത്വിക അഹങ്കാരം, രാജസ അഹങ്കാരം, താമസി അഹങ്കാരമായി മാറും. അതിൽ താമസ അഹങ്കാരത്തിൽ നിന്നാണ് ഈ പഞ്ചഭൂതങ്ങൾ, ആകാശാദി ഭൂതങ്ങളുടെ ആദി കാരണം താമസ അഹങ്കാരം. തൈജസം എന്ന പേരായ രാജസാര അഹങ്കാരം, അതായത് ഇന്ദ്രിയങ്ങൾ വരുന്നത് രാജസ്യ അഹങ്കാരത്തിൽ നിന്നാണ്. അതാണ് തൈജസൻ എന്ന് പറയുന്നത്. വികൽപ്പാന, വികൽപ്പങ്ങളുടെ വൈകാരികവും, അതായത് ഭൂതങ്ങൾക്ക് കാരണമായ വിവിധ ദേവന്മാരുടെ ആദി കാരണം വൈകാരികം എന്നറിയപ്പെടുന്ന സാത്വിക അഹങ്കാരമാണ്. അപ്പൊ സാത്വിക അഹങ്കാരത്തിൽ നിന്നാണ് മനസ്സും ഇന്ദ്രിയ അധിഷ്ഠാന ദേവതകളും വന്നിരിക്കുന്നത്. താമസ അഹങ്കാരങ്ങളിൽ നിന്നും പഞ്ചഭൂതങ്ങൾ, രാജസ്യ അഹങ്കാരത്തിൽ നിന്നാണ് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും വന്നിരിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എല്ലാം ആരിൽ നിന്നാണ് വന്നിരിക്കുന്നത്? ഭഗവാനിൽ നിന്നാണ്. അപ്പൊ ജീവന്മാരുടെ സംസാര കാരണമായ പ്രധാനവും ഭഗവാൻ തന്നെയാണ്. ഭൂതാനാമസി ഭൂതാദിർ ഇന്ദ്രിയാണാം ച തൈജസ വൈകാരികോ വികൽപ്പാനാം പ്രധാനമനുഷായിനാം. ശ്ലോകം 12. നശ്വരേഷു ഇഹ ഭാവേഷു തദസിത്വം അനശ്വരം തഥാ ദ്രവ്യവികാരേഷു ദ്രവ്യമാത്രം നിരൂപിതം. നശ്വരേഷു ഇഹ ഭാവേഷു തത് അസി ത്വം അനശ്വരം. നശ്വരേഷു, നാശശീലങ്ങളായ ഭാവേഷു, ഭാവങ്ങളിൽ, നശിച്ചു പോകുന്ന സ്വഭാവത്തോടുകൂടിയ പദാർത്ഥങ്ങളിൽ, അനശ്വരം, നശിക്കാതിരിക്കുന്ന അവശേഷിക്കുന്ന വസ്തു, അത് ത്വം അസി എന്നാണ്. അപ്പൊ നശിച്ചു പോകുന്ന പദാർത്ഥങ്ങളിൽ നശിക്കാതിരിക്കുന്ന, ശരീരം നശ്വരമാണ്, നശിക്കുന്നതാണ്. ഇതിൽ നശിക്കാതിരിക്കുന്നത് ഏതാണ്? ആത്മാവാണ്. അതാണ് ഭഗവാൻ. അതങ്ങാണ്. ഏതുപോലെ എന്ന് വെച്ചാൽ ഇപ്പൊ മണ്ണ്, സ്വർണം. ഇപ്പൊ മണ്ണുകൊണ്ട് പല പദാർത്ഥം, കലം, വിളക്ക്, ഇങ്ങനെയുള്ള പല സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. കുടം ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഈ കുടമൊക്കെ നശിച്ചാലോ മണ്ണ് നശിക്കുകയില്ല. അപ്പൊ അതുപോലെ സ്വർണം, അതുപോലെ തന്നെ സ്വർണം കൊണ്ട് പലതരം ആഭരണം ഉണ്ടാക്കാം. ആഭരണങ്ങളിലൊക്കെ ഇല്ലാതായാലും സ്വർണം അവിടെ അവശേഷിക്കും. അതുപോലെ ബാക്കിയെല്ലാം നശിച്ചാലും അവശേഷിക്കാത്ത വസ്തുവാണ് ഭഗവാൻ. അപ്പൊ നാമരൂപങ്ങളുടെ നാശനത്തിന് ശേഷവും മണ്ണും സ്വർണവും എങ്ങനെ അവശേഷിക്കുന്നുവോ അതുപോലെ ശരീരം നശിച്ചാലും ഭഗവാൻ അവശേഷിക്കും. നശ്വരേഷിക ഭാവേഷു തദസി ത്വം അനശ്വരം തഥാ ദ്രവ്യവികാരേഷു ദ്രവ്യമാത്രം നിരൂപിതം. ശ്ലോകം 13. സത്വരജസ്തമൈതി ഗുണാസ്തത് വൃത്തയശ്ചയ ത്വയി അത്ഥ
ബ്രഹ്മണി പരേ കൽപ്പിതായോഗമായയാ സത്വം രജസ് തമസ് ഇത്, അതായത് 3 ഗുണങ്ങൾ, സത്വഗുണം രജോ ഗുണം തമോ ഗുണം. തത് വൃത്തയ, അവയുടെ വൃത്തികൾ, പരിണാമരൂപങ്ങളായ മഹത്വാദി തത്വഗുണങ്ങളും ഗുണാസ്തത് വൃത്തയാച്ച ത്വയി അർത്ഥ, ത്വയി പരബ്രഹ്മമായ അങ്ങയിൽ അർത്ഥ സാക്ഷാത്തായി യോഗമായയാൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ സത്വരജസ്തമോ എന്ന ഗുണങ്ങള്, അവയുടെ പരിണാമരൂപങ്ങളായ മഹത്തത്വാദികൾ എല്ലാം സാക്ഷാൽ പരബ്രഹ്മമായ അങ്ങയിൽ യോഗമായയാൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ സൃഷ്ടി നടത്തുമ്പോൾ എന്താണ്? ഭഗവാൻ ഈക്ഷിക്കുമ്പോൾ ആദ്യം പൊങ്ങി വരുന്ന മായാശക്തിയാണ്. മായാശക്തിയിൽ നിന്നാണ് ഇവയെല്ലാം ഉണ്ടാകുന്നത്. സത്വം രജസ്തമൈതി ഗുണാസ്തവൃത്തയശ്ചയ ത്വയ്യർത്ഥ ബ്രഹ്മണി വരെ കൽപ്പിതായോഗമായയാ. ശ്ലോകം 14. തസ്മാന്ന സന്ധ്യ അമീഭാവ യർഹി ത്വയി വികൽപ്പിതാഹ ത്വം ചാമിഷു വികാരേഷു ഹി അന്യത് അവ്യാവഹാരിക. തസ്മാത് ന സന്ധി അമീഭാവ യർഹി ത്വയി വികൽപ്പിതാഹ. യർഹി യാതൊന്ന് ഹേതുവായിട്ട് ത്വയി അങ്ങയിൽ വികൽപ്പിക്കപ്പെട്ടവയോ തസ്മാത് അത് ഹേതുവായിട്ട് കാരണമായി അമീഭാവ ഈ ഭാവങ്ങൾ അന്യസമയത്തിൽ ന സന്ധി ഇല്ല. അപ്പൊ ഈ ഭാവങ്ങൾ യഥാർത്ഥത്തിൽ ഉള്ളവയല്ല. എപ്പോൾ ഭഗവാനിൽ കൽപ്പിക്കപ്പെട്ടുപോൾ അപ്പോൾ മാത്രമേ അത് കാണപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് തോന്നൽ മാത്രം ഈ ഭാവങ്ങളിൽ. അപ്പോൾ ഭഗവാൻ കാരണരൂപേണ വർത്തിക്കുന്നു. ഭാവങ്ങളെ കൽപ്പിക്കുന്ന മനസ്സിന്റെ അഭാവത്തിൽ, അതായത് സുഷുപ്തി അവസ്ഥയിൽ ഭഗവാൻ മാത്രം അവശേഷിക്കും. നല്ല ഉറങ്ങിക്കിടക്കുമ്പോൾ മനസ്സും പ്രവർത്തിക്കുകയില്ല. അപ്പോൾ ഉറങ്ങാതെ ഒരാളിരിപ്പുണ്ട്. ആരാണ്? ഭഗവാൻ മാത്രം. അപ്പോൾ ഏതവസ്ഥയിലും ഭഗവാനുണ്ട്. ജാഗ്രത അവസ്ഥയിലും സ്വപ്നാവസ്ഥയിലും സുഷുപ്തി അവസ്ഥയിലും. പക്ഷെ സുഷുപ്തി അവസ്ഥയിൽ മനസ്സ് പോലും പ്രവർത്തിക്കില്ല. അപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാക്ഷിയായിരിക്കുന്നത് ഒരാളാണ് അങ്ങ്. തസ്മാന്ന സന്ധ്യമീം ഭാവ യർഹി ത്വയി വികൽപ്പിതാഹ ത്വം ചാമീഷു വികാരേഷു ഹി അന്യത് അവ്യാവഹാരിക. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിലും അങ്ങ് മാത്രം പരമാർത്ഥ സ്വരൂപനായിട്ട് യാതൊരു വികാരവുമില്ലാതെ സ്ഥിതി ചെയ്യുന്നു. ശ്ലോകം 15. ഗുണപ്രവാഹ ഏതസ്മിൻ അബുദാസ്തു അഖിലാത്മന ഗതിം സൂക്ഷ്മാം അബോധേന സംസരന്തീഹ കർമ്മഭിഹി. ഗുണപ്രവാഹ, ഗുണങ്ങളുടെ പ്രവാഹമായിരിക്കുന്ന ഏതസ്മിൻ ഇതിൽ അഖിലാത്മനഃ അഖണ്ഡ ആത്മാവിന്റെ സൂക്ഷ്മയായ ഗതിയെ അറിയാത്തവർ അബോധേന ബോധമില്ലാത്തതിനാൽ കർമ്മങ്ങൾ കൊണ്ടും ഇഹ ഇതിൽ സംസ്മരന്തി ഇത് അനുഭവിക്കുന്നു. അപ്പൊ സത്വാദി ഗുണങ്ങളുടെ കാര്യത്തിൽ ഭവിച്ചിരിക്കുന്ന ദേഹാദി പ്രപഞ്ചത്തിൽ സർവത്ര പരിപൂർണനായിരിക്കുന്ന ഭഗവാന്റെ സൂക്ഷ്മമായ സച്ചിദാനന്ദ രൂപത്തെ വഴിപോലെ അറിയാത്തവർ ദേഹാഭിമാനത്തോടുകൂടി ചെയ്യുന്ന പുണ്യപാപ കർമ്മങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കാനായി ദേവന്മാരോ മനുഷ്യരായോ മൃഗങ്ങളായോ ഓരോ യോനികളിൽ ശരീരങ്ങൾ സ്വീകരിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഭഗവാന്റെ തത്വമറിഞ്ഞ് ഭഗവാനിൽ ലയിക്കാത്തവരെല്ലാം വീണ്ടും വീണ്ടും ജനന മരണ രൂപമായ സംസാരത്തിൽ കിടന്ന് ഉഴലുന്നു. ഗുണപ്രവാഹ ഏതസ്മിൻ അബുദാസ്തു അഖിലാത്മന ഗതിം സൂക്ഷ്മാം അബോധേന സംസ്മരന്തീത കർമ്മഭിഹി. ശ്ലോകം 16. യദൃച്ഛയാ നൃതാം പ്രാപ്യ സുകൽപ്പാമിഹ ദുർലഭാം സ്വാർത്ഥേ പ്രമത്തസ്യ വയോ ഗതം ത്വൻ മായയേശ്വരാം. യദൃച്ഛയാ നൃതാം പ്രാപ്യ സുകൽപ്പാം ഇഹ ദുർലഭാം.
ഇഹ ഈ സംസാരത്തിൽ ദുർലഭമായും സുകൽപ്പം സമർത്ഥവുമായിരിക്കുന്ന നൃതാം മനുഷ്യതയെ എതിർച്ചയാ സംഗതിവശയാൽ പ്രാപിച്ചിട്ട്. അപ്പൊ നമുക്ക് ഒരു മനുഷ്യജന്മം കിട്ടുന്നത് എത്രയോ യോനികളിൽ ജനിച്ചതിന് ശേഷം മാത്രമാണ്. 84 ലക്ഷം യോനികളിൽ ജനിച്ചതിന് ശേഷമാണ് ഒരു മനുഷ്യജന്മം കിട്ടുന്നതെന്ന് പറയും. അതായത് പുഴുക്കളായും മൃഗങ്ങളായും പക്ഷികളായും വൃക്ഷങ്ങളായും ഒക്കെ ജനിച്ചിട്ടാണ് ഒരു മനുഷ്യജന്മം കിട്ടുന്നത്. അത് ദുർലഭം നരജന്മം ദുർലഭം എന്ന് വിവേക ചൂടാമണിയിൽ ശങ്കര ഭഗവത്പാദർ പറയും. ദുർലഭമായിട്ടാണ് കിട്ടുന്നത് ഈ നരജന്മം, മനുഷ്യജന്മം. അങ്ങനെ എതിർച്ചയാ സംഗതിവശാൽ ലഭിക്കുന്ന പ്രാപിച്ചിട്ട് ഈശ്വരഹേ നിയന്താവേ തൊന്മായയ അങ്ങയുടെ മായ നിമിത്തം സ്വാർത്ഥത്തിൽ പ്രമത്തസ്യ മനസ്സിരുത്താത്ത എന്റെ വയസ്സ് ഗതം പോയി. അപ്പോ വസ്തേവർ പറയുകയാണ്, അല്ലേ ഈശ്വര, ഈ പ്രപഞ്ചത്തിൽ ദുർലഭമായിരിക്കുന്നതും ഇന്ദ്രിയങ്ങളുടെ പരിപൂർണ ശക്തിയോടുകൂടിയ മനുഷ്യദേഹം ഏതോ സംഗതിവശാൽ സിദ്ധിച്ചു. അങ്ങയുടെ മായാശക്തി നിമിത്തം ഈ മനുഷ്യജന്മത്തെ ഞാൻ യഥാവിധി ഉപയോഗിച്ചില്ല. പുരുഷാർത്ഥത്തെ സാധിക്കുന്നതിന് ഉപയോഗിക്കുന്ന അങ്ങയുടെ തത്വത്തെ അറിയാൻ ഉപയോഗിക്കാതെ ഞാൻ ഇത്രയും കാലം വ്യർത്ഥമായിട്ട് കളഞ്ഞു. അപ്പൊ നമ്മളുമൊക്കെ ഇതുപോലെയാണ് അല്ലേ? നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് കുറെ പണം സമ്പാദിച്ച് സുഖിച്ച് ജീവിക്കുക. പലരും വിചാരിച്ചിരിക്കുന്നത് എന്താണ്? അടിച്ചു പൊളിച്ച് ജീവിക്കുക. ഇതാണ് മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യമെന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ അതല്ല. എന്താണ് പരമാർത്ഥമായ പുരുഷാർത്ഥ പ്രാപ്തി, അതായത് മുക്തി, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, പരമപുരുഷാർത്ഥം, അതായത് മുക്തി. അതാണ് മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യം. അപ്പൊ അത് നേടാനാണ് നാം യത്നിക്കേണ്ടത്. അപ്പോ ഇവിടെ വസ്തേവൻ പോലും പറയുന്നു, ഞാൻ അങ്ങയുടെ തത്വമറിയാതെ ആ ദുർലഭമായി കിട്ടിയ നരജന്മം വ്യർത്ഥമായി കളഞ്ഞു. അപ്പൊ നമ്മൾ ഇതുപോലെ നമുക്ക് ദുർലഭമായി കിട്ടിയിരിക്കുന്ന മനുഷ്യജന്മം വ്യർത്ഥമാക്കാതെ ഭഗവത് ചിന്തനത്തിൽ മുഴുകി ആ മോക്ഷപ്രാപ്തിയിലെത്താൻ ശ്രമിക്കുക. യദർച്ഛയാ നൃതാം പ്രാപ്യ സുകൽപ്പാമിവേ ഇഹ ദുർലഭാം സ്വാർത്ഥേ പ്രമത്തസ്യ വയോ ഗതം ത്വൻ മായയ ഈശ്വര. അതാണ് മായയേശ്വര. ശ്ലോകം 17. അസാവഹം മമൈവൈദേ ദേഹേ ചാസ്യ അന്വയാദിഷു സ്നേഹപാശേർ നിബധ്നാതി ഭഗവാൻ സർവമിതം ജഗത്. അസൗ അഹം, അതാണ് അസാവഹം. മമ ഏവ ഏതേ, മമൈവൈദേ, മമ ഏവ ഏതേ ദേഹേ ച അസ്യ അന്വയാ ആദിഷു സ്നേഹഭാഷൈഹി നിബധ്നാതി ഭവാൻ സർവമിതം ജഗത്. ദേഹത്തിൽ അസൗ അഹം ഇതി, ഞാനെന്നും അസ്യ ഇതിന്റെ അന്വയാദിഷു വംശാദികളിൽ തേ ഇവ മമ ഇതി എന്റേതെന്നും ഞാനെന്നും എന്റേതെന്നും ഉള്ള കാര്യം എല്ലാം ഇതെന്റേതാണ്. ഭഗവാൻ വസുദേവന്റെ പുത്രനാണ്, ഇതെന്റെ പുത്രനാണ്, ധനം എന്റേതാണ്. സ്നേഹമാകുന്ന പാശം കൊണ്ട് സർവമിതം ഈ ലോകത്തെ എല്ലാം ഭവാൻ അങ്ങ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ അങ്ങ് സൃഷ്ടിച്ചപ്പോൾ തന്നെ സ്നേഹമായ പാശം കൊണ്ട് എല്ലാത്തിനെയും ബന്ധിച്ചിരിക്കുന്നു. അപ്പോൾ മനുഷ്യരെന്ത് ചെയ്യുന്നു? എന്റെ പുത്രൻ, എന്റെ ധനം, എന്റെ ഇത് എന്നൊക്കെ പറഞ്ഞ് ആ സ്നേഹപാശം കൊണ്ട് എല്ലാം ബന്ധിച്ചിരിക്കുകയാണ്. ഞാനെന്നും എന്റേതെന്നുമുള്ള അഭിമാനം ഉണ്ടാക്കി തീർക്കുന്നു. അത് ഭഗവാന്റെ മായാശക്തി തന്നെയാണ്. അഹം മമൈവേദേ ദേഹേ ചാസ്യാന്വയാദിഷു സ്നേഹപാശൈർ നിബധ്നാതി ഭവാൻ സർവമിതം ജഗത്. ശ്ലോകം 18. യുവാം നന സുതൗ സാക്ഷാത് പ്രധാന പുരുഷേശ്വരൗ ഭൂവാരക്ഷത്ര ക്ഷപണ അവതീർണൗ തഥാർത്ഥ. യുവാം നഹ നഹ, ആദ്യത്തെ ന, മറ്റത് നഹ. അപ്പൊ നായും നഹയും വ്യത്യാസം എന്താണ്? നഹ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ,
ന എന്ന് പറഞ്ഞാൽ അല്ല എന്നുള്ള അർത്ഥം. അപ്പൊ യുവാം നിങ്ങൾ രണ്ടുപേർ നഹ ഞങ്ങളുടെ സുതൗ പുത്രന്മാർ ന അല്ല. ശരിക്കും നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ പുത്രന്മാരല്ല. ഇതുവരെ ഞങ്ങൾ എന്താണ് വിചാരിച്ചെന്ന്? ഇത് ഞങ്ങളുടെ പുത്രന്മാരാണ്. പിന്നെ ആരാണ്? സാക്ഷാത് പ്രധാന പുരുഷേശ്വരവും, സാക്ഷാത്തായ പ്രധാന പുരുഷേശ്വരന്മാരാണ്. പിന്നെ എന്തിനാണ് അവതരിച്ചത്? പൂവാര ക്ഷത്ര ക്ഷപണേ, പൂവാരമായ ക്ഷത്രിയന്മാരുടെ നാശനത്തിനായി അവതരിച്ചത്. തഥാ അപ്രകാരം സ്പഷ്ടമായിട്ട് അഥ അങ്ങ് പറഞ്ഞു. അപ്പൊ നിങ്ങൾ രണ്ടുപേരെ ഞങ്ങളുടെ പുത്രന്മാരല്ല, ഈ ലോകത്തിന്റെ കാരണഭൂതന്മാരായ പ്രകൃതി പുരുഷന്മാരുടെയും അവരുടെ നേതാവായ ഈശ്വരനാകുന്നു. ഭൂമിക്ക് ഭാരമായി ഭവിച്ചിരിക്കുന്ന ക്ഷത്രിയ രാജാക്കന്മാരെ ഇല്ലാതാക്കാനാണ് നിങ്ങൾ അവതരിച്ചിരിക്കുന്നത് എന്ന അവതാര സമയത്ത് ഭഗവാൻ ജനിച്ചപ്പോൾ ഭഗവാൻ ദേവകി വസുദേവന്മാരോട് പറഞ്ഞല്ലോ ഭഗവാൻ എന്ന് പറയുകയാണ്. യുവാം നാനാസുതൗ സാക്ഷാത് പ്രധാന പുരുഷേശ്വരൗ പൂവാരക്ഷത്ര ശ്രവണ അവതീർണു തഥാർത്ഥ തത്തേ ഗതോ അസ്മി അരണം അദ്യ പദാരവിന്ദം ആപന്ന സംസൃതി ഭയാപകം ആർത്തബന്ധോ ഏതാവതലം അലം ഇന്ദ്രിയലാലസേന മർത്യാത്മദൃക്ത്വയി പരേ യത് അപത്യബുദ്ധി തത്തേ ഗതഃ അസ്മി അരണം അദ്യ പദാരവിന്ദം ആപന്ന സംസൃതി ഭയ അപകം ആർത്ത ബന്ധോഹോ. അത് ഹേതുവായിട്ട് ആപന്ന സംസൃതി ഭയാപകം, ആപത്തിൽ അകപ്പെട്ടവരുടെ സംസാര ദുഃഖത്തെ നശിപ്പിക്കുന്നതായ അത്തേ അങ്ങയുടെ പദാരവിന്ദത്തെ പാദപത്മത്തെ അദ്യ ഇപ്പോൾ അരണം ഗത അസ്മി ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. അവിടെ അസ്മി എന്ന് പറഞ്ഞാൽ ഞാൻ ശരണം പ്രാപിക്കുന്നു. വസുദേവരല്ലേ പറയുന്നത്. ആർത്തബന്ധോ ഹേ ദുഃഖിതന്മാരുടെ ബന്ധുവായിട്ടുള്ളവനെ യാതൊന്ന് ഹേതുവായിട്ട് പരേ തൊയ് പരമാത്മാവായ നിന്നിൽ അപത്യബുദ്ധി പുത്രൻ എന്നുള്ള ബുദ്ധി മർത്യാത്മദൃക് നശിക്കുന്ന ദേഹത്തിൽ ആത്മാവെന്ന ദർശനമോ ഏതാവത ഇന്ദ്രിയലാലസെ ഇന്ദ്രിയങ്ങളെക്കുറിച്ചുള്ള ഇത്രമാത്രമുള്ള തൃഷ്ണ കൊണ്ട് അലം മതി. അപ്പൊ അങ്ങയുടെ പാദപത്മത്തെ ഞാൻ ശരണം പ്രാപിക്കുന്നു. അപ്പൊ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്ത പരിശ്രമം ഇത്രത്തോളം മതി. ഇന്ദ്രിയങ്ങളിൽ നിന്ന് മനസ്സിനെ പിൻവലിക്കാത്തത് കൊണ്ട് മാത്രമാണ് അങ്ങ് പരമാത്മാവായിരിക്കെ എന്റെ പുത്രൻ എന്നുള്ള ഭാവം ഇത്രത്തോളം ദൃഢമായി ഉറച്ചത്. അപ്പൊ ഇന്ദ്രിയങ്ങളിൽ നിന്നും മനസ്സിനെ പിൻവലിക്കാത്തത് കൊണ്ടാണ്, ദേഹബുദ്ധി ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ വിഷയാസക്തി ഉള്ളതുകൊണ്ടാണ് ഇത് എന്റെ പുത്രൻ എന്നുള്ള ഭാവം ഞങ്ങൾക്ക് ഉണ്ടായത്. നശിച്ചു പോകുന്ന ഈ ശരീരത്തെ ആത്മാവാണെന്ന് അഭിമാനിച്ചു. ഇങ്ങനെയുള്ള സമ്മോഹങ്ങൾക്ക് കാരണമായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെക്കുറിച്ചുള്ള തൃഷ്ണ കൊണ്ട് അധപതനമല്ലാതെ പരമാർത്ഥ ജ്ഞാനം ഉണ്ടാകില്ല. അതിനാൽ ഈ മോഹത്തെ കടക്കാൻ ഉപകരിക്കുന്ന പരമാർത്ഥ ബോധമുണ്ടാകാനായി ഞാൻ അങ്ങയുടെ പാദപത്മത്തെ ശരണം പ്രാപിക്കുന്നു എന്ന് വസുദേവർ പറയുകയാണ്. തത്തേ ഗതോസ്മി അരണമദ്യ പദാരവിന്ദം ആപന്ന സംസൃതി ഭയാപകം ആർത്തബന്ധോ ഏതാവത അലമലം ഇന്ദ്രിയലാലസേന മത്യാത്മതൃത്വയി പരേ യദപത്യബുദ്ധി. ശ്ലോകം 20. സൂതീഗൃഹേനനുജഗാത ഭവാനജോ നൗ സജ്ഞ ഇത്യനുയുഗം നിജധർമ്മഗുപ്തൈ നാനാതനുർഗഗനവത് വിദദത് ജഹാസി കോവേദഭൂമ്ന ഉരുഗായ വിഭൂതിമായാം. സൂതിഗ്രഹേ നനു ജഗാദ ഭവാൻ അജഹ നൗ സംജജ്ഞ ഇതി അനുയുഗം നിജധർമ്മഗുപ്തൈ തന്നാൽ കൽപ്പിക്കപ്പെട്ട ധർമ്മത്തെ രക്ഷിക്കാനായിക്കൊണ്ട് അനുയുഗം യുഗം തോറും സബ്ജജ്ഞേ ഞാൻ ജനിക്കുന്നു ഇത് എന്ന് അജഹ ജന്മരഹിതനായ ഭവാൻ അങ്ങ് നൗ ഞങ്ങളോട് സൂതീഗ്രഹേ
പ്രസവമുറിയിൽ വച്ച് ജഗാദാനനു പറഞ്ഞുവല്ലോ. അപ്പൊ അന്ന് അങ്ങ് പറഞ്ഞല്ലോ, ഞാനിവിടെ അവതരിച്ചിരിക്കുന്ന എന്തിനാണ്? യുഗം തോറും ഞാൻ അവതാരമെടുക്കും, ധർമ്മത്തെ രക്ഷിക്കാനാണ് ഞാൻ അവതരിച്ചിരിക്കുന്നതെന്ന്. അതായത് കംസന്റെ കൽത്തുറുങ്കിൽ ഭഗവാൻ ജനിച്ചപ്പോൾ 4 കൈകളോടുകൂടിയാണല്ലോ ഭഗവാൻ ജനിച്ചത്, വിഷ്ണു രൂപത്തെ വിഷ്ണു ചിഹ്നങ്ങളോടുകൂടി. അപ്പോൾ ഭഗവാൻ ദേവകി വസുദേവന്മാരോട് പറഞ്ഞതാണ്, ഞാൻ ജനിച്ചത് ഈ ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടി യുഗം തോറും ഞാൻ അവതാരമെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഗഗനവത്ത് ആകാശം പോലെ നാനാതനും ബഹുവിധ ശരീരങ്ങളെ വിധത ധരിക്കുന്നവനായിട്ട് ജഗാസി ഉപേക്ഷിക്കുന്നു. അപ്പോൾ അങ്ങ് യുഗം തോറും നാനാ ശരീരങ്ങൾ സ്വീകരിച്ചിട്ട് അത് ഉപേക്ഷിക്കുന്നു. ഉരുകായ മഹത്തായ കീർത്തിയോടുകൂടിയവനെ ഭൂമ്ന സർവവ്യാപിയായിരിക്കുന്ന അങ്ങയുടെ വിഭൂതിമായ ഐശ്വര്യരൂപമായിരിക്കുന്ന മായയെ കഹ വേദ ആർക്കറിയാൻ കഴിയും? അങ്ങയുടെ മായാസ്വരൂപത്തെ ആർക്കും അറിയാൻ സാധിക്കുകയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഭഗവാൻ അവതരിക്കുന്ന എന്തിനാണ്? ഭഗവാന്റെ ആജ്ഞാരൂപമായ വേദത്തിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സദാചാരക്രമത്തെ ഇല്ലാതെ നശിപ്പിക്കുന്നവരെ ശാസിച്ച് ധർമ്മം നിലനിർത്താനാണ് യുഗം തോറും ഞാൻ അവതരിക്കുന്നത് എന്ന് അവതാര സമയത്ത് പ്രസവമുറിയിൽ വെച്ച് അങ്ങ് പറഞ്ഞല്ലോ. ജന്മാദി വികാരങ്ങൾക്ക് കീഴടങ്ങാത്ത അങ്ങ് ഈ വിധം ബഹുവിധ ദേഹങ്ങൾ സ്വീകരിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. എങ്കിലും ആകാശം പോലെ ഒന്നിനോടൊന്നും സംബന്ധമില്ലാതിരിക്കുന്നു. അപ്പൊ അങ്ങേ ബഹുവിധ സത്വഗുണം പൂണ്ട് ബഹുവിധ രൂപങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിലും ആകാശം പോലെ ഒന്നിലും വികാരമില്ലാതിരിക്കുന്നു. സർവത്ര നിറഞ്ഞിരിക്കുന്ന മഹാതേജോ ധാമമായ അങ്ങയുടെ ഐശ്വര്യരൂപമായ മായയുടെ യഥാർത്ഥ തത്വം ആർക്കറിയാൻ സാധിക്കുന്നു? സൂതീഗൃഹേനനുജഗാത ഭവാനജോനൗ സംജജ്ഞ ഇത്യനുയുഗം നിജകർമ്മഗുപ്തൈ ജ്ഞാനാതനുർഗഗനവത് വിദതത് ജഹാസി കോവേദ പൂംന ഉരുകായ വിഭൂതിമായ. ബാക്കി അടുത്ത ക്ലാസ്സിൽ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്.